കഴിഞ്ഞ 20 വർഷമായിട്ട് മാം കുട്ടികളുമായിട്ടും മുതിർന്നവരുമായിട്ടൊക്കെ ഉള്ള സൈക്യാട്രി സെക്ടിങ്ങളിൽ വർക്ക് ചെയ്യുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ കൊറിയൻ ട്രെൻഡുകൾ ഫോളോ ചെയ്യുന്ന കുട്ടികൾ, അല്ലെങ്കിൽ അതിലുണ്ടാകുന്ന എന്തെങ്കിലും ഡിസ്കംഫർട്ട് കൊണ്ട് മാനസികമായും ശാരീരികമായൊക്കെ സെൽഫ് ഹാം ചെയ്യുന്ന കുട്ടികൾ, അങ്ങനത്തെ ഒരു ട്രെൻഡ് വളർന്നു വരുന്നുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ടും കുട്ടികൾ ആത്മഹത്യ ചെയ്ത കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊറിയൻ കൾച്ചറിനോടും മറ്റും ഉണ്ടാകുന്ന ഈ ഒബ്സഷൻ ഉണ്ടാകുന്നത്? അതിന്റെ ഹാംസ് എന്തൊക്കെയാണ്? എന്താണ് അതിന്റെ ഒരു ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ? എനിക്ക് തോന്നുന്നു നമ്മുടെ രാജ്യത്ത് ഈ ഗാഡ്ജറ്റ് അഡിക്ഷൻ അല്ലെങ്കിൽ വീഡിയോ ഗെയിം അഡിക്ഷൻ, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കൊറിയൻ ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ കൊറിയൻ സിനിമ, മൂവീസ്, ഇതിനോടൊക്കെ ഉള്ള ഒരു അഫിനിറ്റി വരാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കോവിഡ് തന്നെയാണ്. കാരണം കോവിഡ് കാലത്താണ് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാൻ എല്ലാവരും കണ്ടമാനം യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പഠിത്തമൊക്കെ ഓൺലൈനായി, കുട്ടികൾക്ക് ഗാഡ്ജറ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യകത വന്നു. അപ്പോൾ പതുക്കെ അവര് ബാക്കി കാര്യങ്ങളിലും കൂടുതൽ ഇൻവോൾവ് ആകാനായിട്ട് ഈ മൊബൈലിലൂടെ ഗാഡ്ജറ്റിലൂടെ തുടങ്ങി എന്നുള്ളതൊരു വസ്തുതയാണ്. അതുകൊണ്ട് കോവിഡിനാണ് അതിന് ഉത്തരവാദിത്വം എന്ന്, ഭാഗികമായിട്ടെങ്കിലും ഉത്തരവാദിത്വം എന്ന് നമുക്ക് പറയാം. പണ്ട് കാലത്ത് നോക്കുവാണെങ്കിൽ, തുടക്കത്തിൽ ഞാൻ കരിയർ തുടങ്ങിയ സമയത്ത് മദ്യപാനം, പുകവലി, ഇതൊക്കെയായിരുന്നു ഏറ്റവും വലിയ ഒരു അഡിക്ഷൻ എന്ന് പറയുന്നത്. കഞ്ചാവ് ഉണ്ടായിരുന്നു ആ സമയത്തും, പിന്നെ ഈ കറുപ്പെന്നൊക്കെ പറഞ്ഞ ഓപ്പിയോയിഡ് വിഭാഗത്തിൽ വരുന്നതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്കൊക്കെ ഹെറോയിൻ, കൊക്കൈനൊക്കെ അന്നും കാണുമായിരുന്നു. അത് പക്ഷേ ചിലപ്പോൾ ഏതെങ്കിലും സിറ്റീസിൽ നിന്ന് വരുന്ന കുട്ടികളും കേരളത്തിനെക്കാട്ടിലുപരി മറ്റ് പുറം രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർ ഒക്കെ ആയിരുന്നു അധികമായിട്ടും വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് പോയിട്ട് ഇപ്പോൾ എവ്രി ഡേ ഓൺ എ ഡെയിലി ബേസിസ് കഞ്ചാവ് അഡിക്ഷൻ കുറേ അധികം കാണുന്നു. ഏറ്റവും അധികം ഇപ്പോൾ കാണുന്നത് നമ്മൾ കുട്ടികൾക്ക് തന്നെ ഉള്ള ഗാഡ്ജറ്റ് അഡിക്ഷൻ തന്നെയാണ്. വീഡിയോ ഗെയിം അഡിക്ഷൻസും, അതേപോലെ തന്നെ ബാൻഡ് അഡിക്ഷൻ, അല്ലെങ്കിൽ കെ പോപ്പ്, കൊറിയൻ തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊറിയൻ കൾച്ചർ എന്ന് പറഞ്ഞതുകൊണ്ട് കെ പോപ്പ് കുട്ടികൾ അഡിക്റ്റഡ് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ കെ ഡ്രാമ സീരീസ്, വെബ് സീരീസ്, പിന്നെ കൊറിയൻ ഗെയിംസ്, ഇതൊക്കെയും തന്നെ കുട്ടികൾ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്ന ഒരു സ്ഥിതി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവരുടെ എക്സ്പെക്ടേഷൻസ് ഈ വീഡിയോയിൽ കാണുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ കെ ഡ്രാമയിൽ കാണുന്ന ഭയങ്കര സോക്കോൾ സുന്ദരന്മാരാണെന്ന് പറയുന്ന പുരുഷന്മാർ, ആ എക്സ്പെക്ടേഷൻസ് എത്തരത്തിലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയോ മാനസിക പ്രശ്നങ്ങളോ ഒക്കെ ആയിരിക്കും ഇവർക്ക് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടാവുന്നത്. ഇതിന്റെയൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് ടാർഗറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും കൗമാരപ്രായക്കാരെയും കുട്ടികളെയും തന്നെയാണ്. കാരണം നമ്മളത് നോക്കിയാൽ മനസ്സിലാവും. ആ താളാത്മകമായിട്ടുള്ള രീതികൾ, റിപ്പിറ്റേറ്റീവ് ആയിട്ടുള്ളത്, വളരെ വൈബ്രന്റ് കളർഫുൾ ആയിട്ടുള്ളത്, പിന്നെ ഇതിന്റെ കണ്ടന്റ് നോക്കിയാൽ ഭയങ്കര വൈകാരികമായിട്ടുള്ള കണ്ടന്റ്സ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയും കുട്ടികൾ അതിനോടങ്ങ് വളരെ അമിതമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് വരുന്നു. അത് തന്നെയല്ല, അതിനകത്തെ ഇപ്പോൾ ഒരു ഹീറോ എന്ന് പറയുന്നത് വളരെ ഹാൻസം ആയിട്ടുള്ള, അല്ലെങ്കിൽ വളരെ സുന്ദരനായിട്ടുള്ള, അത് തന്നെ. അപ്പോൾ ഈ ഭാവനയിൽ കാണുന്ന അല്ലെങ്കിൽ ഫാന്റസിയിൽ കാണുന്ന ഒരു കഥാപാത്രമായിരിക്കും അതിനകത്തുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്കാണേലും ആൺകുട്ടികൾക്കാണേലും തനിക്കും ഇങ്ങനെ ഒരു പാർട്ട്ണറെ കിട്ടിയാൽ കൊള്ളാം എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പൊ അവര് അതുമായിട്ടുള്ളൊരു താതാത്മികമായിട്ട് പോകുന്നത് കൊണ്ട് അവരും അതിനകത്തിലൊരു കഥാപാത്രമായിട്ട് സങ്കല്പിക്കുന്നു. ഈ കൗമാരപ്രായക്കാർക്ക് അവരെപ്പോഴും ഫാന്റസി വേൾഡിലാണല്ലോ മിക്കവാറും. അപ്പോൾ ആ തരത്തിൽ അവരതിനെ ഒരു ഫാന്റസൈസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ അവരുടെ മനസ്സിലെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയൽ ആള് എന്ന് പറയുന്നത് ഈ ഒരു കഥാപാത്രമായിട്ട് മാറും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ കഥാപാത്രത്തിന് ചേരുന്ന ഒരു രൂപം തനിക്കും വേണം എന്നൊരു ചിന്ത വരുന്നു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് പെൺകുട്ടികൾ മേക്കപ്പ് അല്ലെങ്കിൽ അതിന് ഉപയോഗിക്കുന്ന സാമഗ്രികളൊക്കെ ഈ കൊറിയൻ കളർ ഉണ്ടല്ലോ, ഒരു യെല്ലോയിഷ് വൈറ്റ്, ആ ഒരു കളർ വരുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യുന്നു. ആ മേക്ക് ഓവർ തന്നെ കണ്ടാലൊരു അതിനോട് മാച്ച് ചെയ്യുന്ന ഒരു രൂപമായിട്ട് ആ കുട്ടികൾ വരുന്നു എന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ ആ തരത്തിൽ പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു മറ്റ് മാനസിക പ്രശ്നങ്ങളുള്ളവർ, ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പം മേനിയ പോലെ കണ്ടീഷനൊക്കെ ഉള്ളവർ, അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും സാധാരണയിൽ കവിഞ്ഞും അതിലേക്ക് ആകർഷിതരാകാനുള്ള സാധ്യത ഏറെയാണ്. അപ്പോൾ അവരുടെ ഒരു മേക്കപ്പ്, അവരുടെ വസ്ത്രധാരണം എല്ലാം തന്നെ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നതാണം എന്നുള്ളൊരു നിർബന്ധം വരുന്നതുകൊണ്ട് അവരതിലേക്ക് പതുക്കെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇത് റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു. ഈ എന്തൊരു പീസാണെങ്കിലും നമ്മളത് റിപ്പീറ്റഡ് ആയിട്ട് വാച്ച് ചെയ്യുവാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു റിത്തം, മ്യൂസിക്, ഇതെല്ലാം ഈ കുട്ടികളെ ആകർഷിക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ്. ഇപ്പം ഗെയിംസ് ആണെങ്കിലും, അപ്പം ഓരോ ലെവൽ, ഗെയിംസിന്റെ പറഞ്ഞാൽ ഓരോ ലെവൽ അവർ ക്രോസ് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം, അത് ഡോപ്പമിൻ റിലീസ് ചെയ്യുന്നു തലച്ചോറിൽ. ഡോപ്പമിൻ റിലീസ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു സന്തോഷം വരുന്നു, ഒരു ഉത്സാഹം വരുന്നു, ഒരു എനർജി വരുന്നു. അപ്പം അവർക്ക് വീണ്ടും അതിൽ തന്നെ മുഴുകാനൊരു ടെൻഡൻസി വരുന്നു. അപ്പോൾ ഒരു ലെവൽ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഞാൻ വിജയിച്ചു എന്നുള്ളൊരു ധാരണ വരുന്നു.
ഇത് ഏറ്റവും അധികം ബാധിക്കുന്നത് ആരെയാണെന്ന് വെച്ചാൽ മറ്റ് രീതിയിൽ മറ്റ് മേഖലകളിൽ ഇപ്പോൾ കലാകായികം അല്ലെങ്കിൽ പഠിത്തം അതിലൊക്കെ ഇച്ചിരി ബാക്ക്വേർഡ് ആയിട്ടുള്ളവർക്ക് ഈ ഗെയിമിലിരുന്ന് കളിച്ചൊരു ലെവല് കീഴ്പ്പെടുത്തുമ്പോഴും അവർക്ക് സന്തോഷം. കാരണം ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ വിൻ ചെയ്യും. ഞാൻ ജയിച്ചു എന്നുള്ള ഒരു കൺസെപ്റ്റ് ആ കുട്ടിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്കൊരു കോൺഫിഡൻസ് കൊടുക്കും. അപ്പോൾ വീണ്ടും അടുത്ത ലെവലിലേക്ക് പോകാൻ അവർ ഊർജ്ജസ്വലരാകും. അങ്ങനെ അടുത്ത ലെവല് പോകും. അടുത്ത ലെവൽ പോകുമ്പോൾ വീണ്ടും ഇമ്മീഡിയറ്റ് റിവാർഡാണ് ഈ ഗെയിംസിന്റെ ഒക്കെ പ്രത്യേകത. ബാഡ്ജ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുണ്ട്. അപ്പം ഓരോ ലെവലും ഇങ്ങനെ കീഴ്പ്പെടുത്തി പോയി അങ്ങനെയാണ് അവർ അതിനൊരു അഡിക്ഷൻ ലെവലിലേക്ക് പോകുന്നത്. കാരണം അത്രയും നേരം മുഴുകിയിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സമയം കവർന്നു പോകുന്നു. ബാക്കി ആക്ടിവിറ്റീസിലേക്ക് തിരിയേണ്ട കുട്ടികൾ അതിനോട്ട് പോകാതെ ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തു പോകുന്നു. അങ്ങനെ പല പ്രശ്നങ്ങൾ ഇത് കാരണം ഉണ്ടാവുന്നു. അപ്പം ഈ കുട്ടികളെ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ഇൻസെക്യൂരിറ്റി അല്ലേ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇവരെ പോലെയുള്ള സുന്ദരന്മാരാകാൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു ജീവിതം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതായത് സോഷ്യൽ മീഡിയ ലൈഫിൽ ഉണ്ടാവുന്ന ഒരു പോഷ് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ പോലെ അല്ല, അവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഇൻസെക്യൂരിറ്റി, ഡിപ്രഷൻ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അങ്ങനെയും വരാം. അതായത് ഇപ്പൊ കെ പോപ്പ് അല്ലെങ്കിൽ ഇതിന് ഓരോ ബാൻഡ്സ് ഉണ്ട്. അതായത് ബോയ് ബാൻഡ് ഉണ്ട്, ഗേൾ ബാൻഡ് ഉണ്ട്, BTS എന്ന് പറയും, പിന്നെ ബ്ലാക്ക് പിങ്ക്, അങ്ങനെയുണ്ട്. പിന്നെ ഇവർക്കൊക്കെ ആർമീസ് ഉണ്ട്. അതായത് ഈ നമുക്ക് ഈ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവർക്ക് അതിനും പേരിട്ടാണ് വരുന്നത്. ആർമി ഉണ്ട്, പിന്നെ ബ്ലിങ്ക്, ഇതൊക്കെ. അപ്പൊ അതിനകത്തൊരു മെമ്പർ ആകുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് കിട്ടുന്ന ഒരു കാര്യമായിട്ടാണ്, അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ട് അവർ കണക്കാക്കുന്നത്. അത് തന്നെയല്ല, ഈ ആൾക്കാർ അവർ ഏറ്റവും കൗതുകരം എന്ന് പറയുന്നത് ഇപ്പോൾ കുട്ടികൾ ഓർഡർ ചെയ്യുന്ന ബെഡ്ഷീറ്റ്, അല്ലെങ്കിൽ പില്ലോ കവർ, അല്ലെങ്കിൽ സ്റ്റേഷനറീസ്, പെൻസിൽ, അതിനകത്തൊക്കെ അവർ ഈ ഫിഗർ ഉണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഈ പർട്ടിക്കുലർ ആള് ഉണ്ടോ എന്ന് നോക്കും, അവരുടെ ലോഗോ ഉണ്ടോ എന്ന് നോക്കും, ആ കളറാണോ എന്ന് നോക്കും. അപ്പം ആ തരത്തിലാണ് ഓൺലൈൻ ഓർഡേഴ്സ് പോലും പോകുന്നത്. ഇത് നമ്മളിതിനെ രണ്ട് രീതി വേണം കാണാൻ. ഒന്നെന്ന് പറയുന്നത് കമ്പാരിസൺ സ്വാഭാവികമായിട്ടും താങ്കൾ സൂചിപ്പിച്ചതുപോലെ വരാൻ സാധ്യതയുണ്ട്. അൾട്ടിമേറ്റ്ലി കുട്ടികൾ തിരിച്ചറിയുന്നു, ഞാൻ അതുപോലെ അല്ല, ഞാൻ സോഷ്യലി ഇച്ചിരി പുറകോട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ഇത്തരം കഴിവുകളില്ല. ഈ ഫാന്റസിയിൽ എന്നും ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. സ്വാഭാവികമായിട്ട് ഒരു റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരുമ്പോൾ പല കുട്ടികളും ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം ഞാനൊന്നും ആവുന്നില്ല, അതുവരെ ഈ ഫാന്റസി വേൾഡിൽ ഞാൻ നായികയായിട്ട് സങ്കല്പിച്ചു, പെട്ടെന്നല്ലെങ്കിൽ പോലും കാലക്രമേണ അവർക്കൊരു തിരിച്ചറിവ് വരുന്നു. ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മുഴുകിയിരുന്നിരുന്ന് അവർക്ക് ബാക്കി സോഷ്യൽ നെറ്റ്വർക്ക്സ് ഒക്കെ കട്ട് ഓഫ് ആകും. വീട്ടുകാരായിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ടാണെങ്കിലും അവരുടെ പ്രായത്തിലുള്ളവരായിട്ടായിരിക്കും ഒക്കെ അവർ പതുക്കെ പുറകോട്ട് വന്ന് കട്ട് ഓഫ് ആയി ഇവർ ഒറ്റപ്പെടും. പിന്നെ ഈ തിരിച്ചറിവൂടാകുമ്പോഴത്തേക്കും ഭയങ്കരമായി ലോൺലിനെസ് ഫീൽ ചെയ്യും. തനിക്ക് ആരുമില്ല എന്നൊരു ചിന്ത വരും. കൂടുതൽ ഡിപ്രസ്ഡ് ആകും. പോരാഞ്ഞ് താനൊന്നും നേടിയിട്ടില്ല, താനൊരു ബിഗ് സീറോ ആണ് എന്നൊക്കെ ഉള്ളൊരു. കാരണം സ്വാഭാവികമായിട്ടും ഒരു കൊറിയൻ രീതിയിൽ നമുക്ക് എത്ര കാലം നമ്മുടെ മലയാളി പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ ഒക്കെ പോകാൻ പറ്റും അങ്ങനെ കമ്പയർ ചെയ്ത്. അപ്പോൾ ഒരു തിരിച്ചറിവെന്ന് പറയുന്നത് അവരെ വല്ലാതെ ഒരു ഗർത്തത്തിലേക്ക് എടുത്ത് തള്ളിയിടുന്ന ഒരു സാഹചര്യമായിരിക്കും. പക്ഷെ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് ഈ കൊറിയൻ ഫ്രണ്ട് അല്ലെങ്കിൽ ഇതൊക്കെ യഥാർത്ഥത്തിലുള്ള ഫ്രണ്ടാണോ എന്നുള്ളത്. നമ്മുടെ സമൂഹത്തിൽ ആൻറ്റി സോഷ്യൽ എലമെന്റ്സ് ധാരാളമുണ്ട്. അവരൊക്കെയും ഈ ഒരു മറവിൽ, ഈ ഒരു പേരിൽ ചാറ്റ് ചെയ്ത് കുട്ടികളെ അകപ്പെടുത്താനുള്ള സാധ്യത ഏറെയാണ്. ഒരു പക്ഷെ കൊറിയൻ ഫ്രണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് റിപ്ലൈ കൊടുക്കുന്നവൻ യഥാർത്ഥത്തിൽ കൊറിയക്കാരനാണോ എന്നില്ല, ഈ എറണാകുളംകാരൻ തന്നെ. ഈ റീസെന്റ് ഒരു കേസ് അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി. അപ്പോൾ അങ്ങനത്തെ കുറെ കേസുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ കൊറിയക്കാരനെ നാട് വിട്ടുപോകുന്ന കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. അതേപോലെ തന്നെ കൊറിയക്കാരനാണ് എന്ന് വിചാരിച്ച് ചാറ്റ് ചെയ്ത ആള് മരിച്ചു എന്നതിന്റെ രീതിയിൽ കുട്ടികൾ മരിക്കുന്നു. അല്ലെങ്കിൽ ഓരോ ഗെയിമുകളോ ഓരോ ലെവലിലേക്ക് മാറുന്ന അനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി കൂടുന്നത് കൊണ്ടുണ്ടാകുന്ന ആ പ്രഷർ താങ്ങാൻ പറ്റാതുള്ള ആത്മഹത്യകൾ. റീസെന്റ് ഒരു 3 പെൺകുട്ടികൾ ഒരുമിച്ച് കൊറിയൻ ഡ്രാമ കാണാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ട് വരുന്നത്? സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനോരോഗത്തിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അത് ഒരു മദ്യപാനത്തിന് അടിമയാകുന്നത് പോലെ, അല്ലെങ്കിൽ കഞ്ചാവിന് മറ്റു ഡ്രഗ്സിന് അടിമയാകുന്നത് പോലെ തന്നെ ഗൗരവമായിട്ട് നമ്മൾ ഇതിനെ കണക്കാക്കണം. അതുപോലെ ഡ്രാമ അഡിക്ഷൻ ആണെങ്കിലും ഗെയിം അഡിക്ഷൻ ആണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും. അപ്പം ആ തരത്തിൽ ഗൗരവമായിട്ട് കണക്കാക്കി വേണം നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടും. പല കാരണങ്ങൾ കൊണ്ടുവരാം. ഒന്നെന്ന് പറയുന്നത് സ്വഭാവേന ഇപ്പൊ സോഷ്യൽ ഫോബിയ ഉള്ളയാൾ, അതായത് മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ, അവർക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടൊരു സോണാണ് ഈ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. കാരണം ആരെയും കാണണ്ട, ആരെയും കേൾക്കണ്ട, അവരുടേതായിട്ടുള്ള ലോകത്ത് ഉള്ളിലിരുന്നത് കൊണ്ട് തന്നെ മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റുള്ളവരുമായി ഗെയിമിൽ പങ്കാളിയാവാം. 3-4 പേരൊക്കെ കൂട്ടമായി കളിക്കുന്ന ഗെയിംസ് ഉണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെയുള്ളവർക്ക് ഒരു കംഫർട്ട് സോണാണ്. അവർക്ക് ഈ ആങ്സൈറ്റി ഒന്നും ഇല്ലാതെ ഇരിക്കാം.
ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഉൾവലിയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സൊലസ് ആയിരിക്കും, ഒരു ആശ്രയമായിരിക്കും ഇത്. ഒരു താൽക്കാലികമായി കിട്ടുന്ന ഒരു ഡോപ്പമിൻ ഒരു സർജ് വരുന്നതിന്റെ ഒരു പരിഹാരമായി അവർ സ്വന്തമായി കണ്ടുപിടിക്കുന്ന ഒരു മാർഗ്ഗമാകാം അങ്ങനെ ഒരു ആശ്രയത്വം ഉണ്ടാവാം. അങ്ങനെ ഒരു കൂട്ടമുണ്ട്. നേരെ മറിച്ച് അങ്ങനെയല്ല, ചിലപ്പോൾ ടൈം പാസിന് വേണ്ടി തുടങ്ങുന്നതായിരിക്കും, അല്ലെങ്കിൽ പിരിപിരിപ്പോ മറ്റ് ബിഹേവിയറൽ ഇഷ്യൂസോ ഉള്ളവരായിരിക്കാം ഇതിന്റെ പുറകെ പോകുന്നത്. ഇതൊന്നുമില്ലാതെ സാധാരണ കുട്ടികൾ പോലും വെറുതെ ഒരു സമയം കൊല്ലിക്കാൻ വേണ്ടി നോക്കി പക്ഷേ ക്രമേണ ഇതിനകത്തേക്ക് ആയിപ്പോകുന്ന കുട്ടികളുമുണ്ട്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും വൺസ് അഡിക്ഷൻ ഉണ്ടെങ്കിൽ, ഇതിനോട് ഡിപ്പെൻഡൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടികളെ യാതൊരു കാരണവശാലും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറുടെ അണ്ടറിലല്ലാതെ തന്നെ കൈകാര്യം ചെയ്യാനായിട്ട് പാടില്ല. കാരണം നമ്മൾ പെട്ടെന്ന് ഇത് ഗാഡ്ജറ്റ് എടുത്ത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ വരാം, വിഡ്രോവൽ സിംപ്റ്റംസ്. അതായത് മദ്യം പടയെന്ന് നിർത്തുമ്പം ഫിറ്റ്സ് വരുന്നു അല്ലെങ്കിൽ ഡെലീറിയം വരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത് പെട്ടെന്ന് മാറ്റുമ്പോൾ കുട്ടികൾ അക്രമാസക്തരാകാൻ സാധ്യതയുണ്ട്. അതുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും ഈ സൂയിസൈഡുകളൊക്കെ വരാം. ഇമ്പൾസീവ് ആയിട്ട് ഇപ്പൊ കൊടുക്കുന്നില്ലെന്ന് കാണുമ്പോൾ പെട്ടെന്ന് ബാൽക്കണിയിൽ നിന്ന് ചാടാന്, അല്ലെ വണ്ടിയുടെ മുന്നിൽ ചാടാന്, തൂങ്ങാന് ഒക്കെ പോകുന്നു. അതായത് എൻ്റെ അടുത്ത് വന്ന ഒരു കുട്ടി, ഒരു 10-11 വയസ്സുള്ള കുട്ടി, ബേസിക്കലി ADHD ഉള്ള കുട്ടിയായിരുന്നു. അമ്മ ഫോൺ കൊടുത്തില്ല, സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ അമ്മ ഫോൺ കൊടുത്തില്ല എന്ന് പറഞ്ഞ് ബാത്റൂമിൽ കയറി അമ്മയുടെ തന്നെ ഷോളിൽ തൂങ്ങാനായിട്ട്. അപ്പം രക്ഷപ്പെട്ട് എടുത്തു, അത് വേറെ കാര്യം. പക്ഷെ എന്നിരുന്നാലും അങ്ങനെയൊക്കെ കുട്ടികൾ ഇമ്പൾസീവായിട്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിലയിൽ അവര് വയലന്റ് ആകാനും മേലുപദ്രവിക്കാനും സാധനങ്ങൾ തല്ലിപ്പൊളിക്കാനും ഒക്കെ ഒരു സാധ്യതയുണ്ട്. ബാക്കി എന്ത് സബ്സ്റ്റൻസ് അഡിക്ഷൻ പോലെ തന്നെയും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിനുള്ള അഡിക്ഷനും ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ ആണ് ഉറപ്പായിട്ടും. കാരണം ഏത് അഡിക്ഷൻ ആണെന്നുണ്ടെങ്കിലും അതൊരു, പ്രത്യേകിച്ചും ഇത് പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഇത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു മനോരോഗമായിട്ട് തന്നെ ഇതിനെ കണക്കാക്കണം. ഇത് സ്വയം വരുത്തി വയ്ക്കുന്ന ഒരു മനോരോഗമാണ്, അതാണ് വ്യത്യാസം. ബാക്കിയൊക്കെ ചിലപ്പോൾ ജനിതകമൊക്കെ ആയിരിക്കും. അങ്ങനെയല്ല, അവനവൻ തന്നെ വരുത്തി വയ്ക്കുന്ന ഒരിതാണ്, അല്ലെ സാഹചര്യം കാരണം. അവനവനെ തന്നെ പറയണ്ട, വീട്ടിലുള്ള അതന്നെ സാഹചര്യങ്ങളും ഒക്കെ കാരണം ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ആ രീതിയിൽ ആ ഒരു തലത്തിൽ വേണം ഇതിനെ കാണാനും ഹാൻഡിൽ ചെയ്യാൻ. അതേപോലെ തന്നെ ഒരു സംശയമുള്ളത്, എവിടെയാണ് ഈ നോർമൽ ലൈനും, അതായത് ഈ നോർമാലിറ്റിയിൽ നിന്ന് അൺഹെൽത്തിയിലോട്ട് തിരിയുന്ന ആ തിൻ ലൈൻ എന്താണ് പേരൻസ് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? അതായത് ഇന്നത്തെ കാലത്ത് നമുക്ക് ടെക്നോളജി ഇല്ലാതെ ഒരു ജീവിതമില്ല. നമുക്ക് കുട്ടികളോട് നീ നാളെ മുതൽ നീ നെറ്റ് ഉപയോഗിക്കേണ്ട എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ്. കാരണം അവർ ഒരുപാട് കാര്യം ഇതിൽ നിന്ന് പഠിക്കുന്നതാണ്. ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഇൻഫർമേഷൻ കുട്ടികൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അതും പെട്ടെന്ന് ഇതാ നിമിഷത്തെ നേരം കൊണ്ട് അവർക്ക് എന്ത് ഇൻഫർമേഷനും നേടിയെടുക്കാം. അപ്പോൾ അത് നമ്മൾ അവരെ ഇതിൽ നിന്നും 100% കട്ട് ഓഫ് ചെയ്യുന്നത് ശരിയല്ല, അത് ക്രൂരതയാണ്. പിന്നെ എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ടൈം ലിമിറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അതായത് ജനിച്ച കുട്ടിക്ക് ഇപ്പം നമ്മൾ കണ്ടില്ല, ഒന്ന് കരഞ്ഞില്ലെങ്കിൽ ഉടനെ ഇതെടുത്ത് കൊടുക്കും, കരയുവാണെങ്കിൽ ഉടനെ ഇതെടുത്ത് കൊടുക്കും. ഒരു 5-6 മാസം പ്രായമുള്ള കുട്ടികളെ OP-യിലോട്ട് കൊണ്ടുവരുമ്പോൾ അമ്മ കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ കരയുമ്പോൾ ഉടനെ ഞാൻ കണ്ടിട്ടുണ്ട്, പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന, ഫോൺ എടുത്ത് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം 3 വയസ്സ് വരെ ഒരു കുട്ടിക്കും ഗാഡ്ജറ്റ് കൊടുക്കാൻ പാടില്ല, നിർബന്ധമായിട്ട് കൊടുക്കാം. പാട്ട് കേൾക്കാനായിട്ട് ഒന്നിനും കൊടുക്കാൻ പാടില്ല. അപ് ടു 6 ഇയേഴ്സ്, 6 വയസ്സ് വരെ കുറച്ചൊക്കെ കൊടുക്കാം. ഒരു 15 മിനിറ്റ്സോ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ അപ് ടു ഹാഫ് ആൻ അവർ കൊടുക്കാം. 11 വയസ്സ് വരെ ഒരു 1 അവർ മാക്സിമം. അതിന് മുകളിലുള്ളവർക്ക് 2 മണിക്കൂർ. ഞാൻ ഈ പറയുന്നത് ദയവായി കേൾക്കുന്നവർ കോട്ട് ചെയ്യരുത്. ഡോക്ടർ പറഞ്ഞു 11 വയസ്സിന് ശേഷം 2 മണിക്കൂറും കൊടുത്തേക്കാം, എല്ലാ ദിവസവും കൊടുക്കാമെന്നല്ല. നമ്മൾ ആനുപാതികമായിട്ട് വേണം. അതായത് ഇപ്പോൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞു, ബാക്കിയെല്ലാം കഴിഞ്ഞിട്ട് ആകെ 2 മണിക്കൂറേ ഉള്ളൂ. ആ 2 മണിക്കൂറും ഇത് കുത്തിത്തോണ്ടി ഇരിക്കാനല്ല അതിൻ്റെ അർത്ഥം. ബാക്കി ആക്ടിവിറ്റീസിനെ വെച്ച് ആനുപാതികമായിട്ട് അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രം, അല്ലെങ്കിൽ യാതൊരു കാരണവശാലും കൊടുത്തുകൂടാ. അത് പേരൻസ് ആദ്യമേ തന്നെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇത് കൊടുക്കാൻ തന്നെ. എപ്പോഴെങ്കിലും എക്സസ് ആകുന്നെന്ന് തോന്നിയാൽ അവർ നോ ഫസ്റ്റ് ഡേ തന്നെ പറയണം. കാരണം കുട്ടികൾക്കൊരു സ്വഭാവമുണ്ട്, അവർ ബാർഗെയിൻ ചെയ്യും. ഞാൻ ട്യൂഷന് പോകാം, ഇത് തന്നാൽ, അല്ല ഞാൻ അരമണിക്കൂറുടെ കൂടുതലിരുന്ന് പഠിക്കാം, ഇത് തന്നാൽ, അല്ലെങ്കിൽ ഞാൻ അത് ചെയ്യാം, ഇത് തന്നാൽ എന്ന് പറഞ്ഞ് കുട്ടികൾ ബാർഗെയിൻ ചെയ്യും. പേരൻസ് അത് വിശ്വസിച്ച് കൊടുക്കുകയും ചെയ്യും. ഇവർ എക്സ്ട്രാ അത് ചെയ്യുമോ അതുമില്ല, അത്രയും കൂടെ നേരം വേണം ഇരുന്ന് കാണും. അപ്പൊ ബാർഗെയിനിങ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിന് പേരൻസ് ഈൽഡ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അവര് തിരിച്ചു വേണം. അതായത് നീ ആദ്യമേ ഇത് ചെയ്താൽ ഞാൻ ഹാഫ് ആൻ അവർ തരാം. അതെ, പേരൻസ് തിരിച്ചു ചെയ്യണം. മനസ്സിലായില്ലേ? അപ്പോൾ ഇൻ കേസ് അവര് ചെയ്തില്ലെങ്കിൽ കൊടുക്കാൻ പാടില്ല. കുട്ടികൾ കെഞ്ചും, കാല് പിടിക്കും, പ്ലീസ് 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 അമ്മയെ കഷ്ടമുണ്ട്, ഇതൊക്കെ പറഞ്ഞ് ചെയ്യും. അങ്ങനെ കൊടുത്ത് ശീലിച്ചു കഴിയുമ്പോൾ പിന്നെ എടുക്കുന്ന അടുത്ത അടവാണ് വയലന്റ് ആകുക, ഒച്ച വെക്കുക, ബഹളം വെക്കുക. അപ്പൊ അയൽവക്കക്കാർ കേൾക്കും, മറ്റുള്ളവർ കേൾക്കും, നാണക്കേടാന്ന് വിചാരിച്ച് അവർ വീണ്ടും കൊടുക്കും. പിന്നെ അവർ അടുത്ത പടിയിലേക്ക് പോവും, ആകെ ബഹളം വെച്ച് സാധനം തല്ലിപ്പൊളിക്കാൻ. അപ്പൊ ഇത് പേടിച്ച് പേരൻസ് വീണ്ടും കൊടുക്കും.
ഇത് അങ്ങനെ ഒരു അടവായിട്ട് മാറി അവരിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും അങ്ങനെ ഈൽഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പാടില്ല. ഇത് എന്നാണ് ആരംഭിക്കേണ്ടത്? Day 1 തന്നെ ആരംഭിക്കണം. വൺസ് ബിഹേവിയർ ഇഷ്യൂസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബഹളം വയ്ക്കുന്നതിന് കൂടുതൽ എടുത്ത് ചാടാനും മടിക്കത്തില്ല. അത് ഓർമ്മ വേണം. അപ്പോൾ ആ തലത്തിൽ വരെ കുട്ടിയെ കൊണ്ട് എത്തിക്കാൻ പാടില്ല. ഇൻ കേസ് ആ തലത്തിൽ എത്തിയെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ സൂപ്പർവിഷൻ ഇല്ലാതെ ഇത് പിൻവാങ്ങി മാറ്റിയെടുക്കാനും പാടില്ല. അതാണ് പേരൻസ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിന്റെ സമയത്ത് ഒരിക്കലും TV പോലും കുട്ടികളെ കാണിക്കാനായിട്ട് അനുവദിക്കരുത്. ഒരുമിച്ച് ഊണുമേശയുടെ മുന്നിൽ പേരൻസ് എല്ലാവരും കൂടെ ഇരുന്ന് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പേഴ്സ് ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ആ സമയത്ത് ഗാഡ്ജറ്റ് യൂസ് ചെയ്യാനോ TV കാണാൻ പോലും അനുവദിക്കുക. ഫുഡിൻ്റെ ടൈം എക്സ്ക്ലൂസീവ്ലി ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അത് പേരൻസും പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്. അടുത്ത വിഷയമെന്ന് പറയുന്നത്, ഇപ്പോൾ എങ്ങാനും അവർ ചെയ്തില്ലെങ്കിൽ അവർ സാധാരണ ചെയ്യുന്നത്, ഇപ്പം ഫാദറും മദറും ഉണ്ടെങ്കിൽ ഒരാൾ സപ്പോർട്ട് ചെയ്യും, കഷ്ടമല്ലേ കൊടുത്തേ, മറ്റേ ആൾ പറയും വേണ്ടെന്ന്. അപ്പൊ കുട്ടി ആരാണോ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവരുടെ ഭക്ഷണം ചേർന്ന് അവർ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങും. കുട്ടികൾ മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പം അതിനും അനുവദിച്ചു കൊടുക്കരുത്. ഈ കാര്യത്തിൽ അച്ഛനും അമ്മയ്ക്കും ഒരേ സ്വരമേ പാടുള്ളൂ. തമ്മിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ടെങ്കിൽ കുട്ടിയുടെ ആബ്സെൻസിൽ അവർ ചർച്ച ചെയ്തത് പരിഹരിച്ചോണം. കാരണം കുട്ടി ആരാണോ സൈഡ് ചെയ്യുന്നത് അവരോട് അങ്ങ് ചേർന്ന് പിന്നെ മറ്റേ ആള് ശത്രുവായി. ആ രീതിയിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്ത് കളയും. അപ്പം ആ തരത്തിലും പേരൻസ് ഈൽഡ് ചെയ്യാനായിട്ട് പാടില്ല. ഒരു ഈ ഡിജിറ്റൽ അഡിക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പൊ സബ്സ്റ്റൻസ് അഡിക്ഷന് കുറച്ച് ക്രൈറ്റീരിയകളുണ്ട്. ഇപ്പൊ ഒരു 3-4 ക്രൈറ്റീരിയകൾ ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയാണ്. എന്താണ് ഈ ഡിജിറ്റൽ ഇതിനും അങ്ങനെ തന്നെയാണ്. അതായത് സമയം കൂടുതൽ അവരുടെ ആക്ടിവിറ്റീസിനെയും കൂടെ കവർന്നെടുക്കുന്ന രീതിയിൽ ഉറങ്ങാതെ ഇരുന്ന് കാണുക, അവരുടെ ഇപ്പൊ സ്കൂളിൽ പോലും പോകാതിരുന്ന് കാണുക, ജോലി ചെയ്യുവാണെങ്കിൽ ജോലിക്ക് പോകാതെ ലീവ് എടുത്തിരുന്ന് കാണുക. അപ്പൊ അങ്ങനെ പറയുമ്പോൾ വിചാരിക്കും അങ്ങനെ ആൾക്കാരുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എൻ്റെ അറിവിൽ തന്നെ 4 എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഉണ്ട് ഡ്രോപ്പ് ഔട്ട് ഒൺലി ബിക്കോസ് ഓഫ് ഗാഡ്ജറ്റ് അഡിക്ഷൻ. അവർ പിന്നെ ക്ലാസ്സിന് പോയിട്ടില്ല. എൻ്റെ അറിവിൽ തന്നെ, അതായത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് IIT പാസ് ഔട്ട് ഒരു എഞ്ചിനീയർ, വെൽ പ്ലേസ്ഡ് ഇൻ ഫോറിൻ കൺട്രി. അദ്ദേഹം ഒരു 3-4 വർഷമായിട്ട് ജോലിക്ക് പോയില്ല. വർക്ക് ഫ്രം ഹോമിൽ തുടങ്ങി, പിന്നെ അതും ചെയ്യാണ്ടായി. ഇപ്പൊ വർക്ക് ഫ്രം ഹോം ആവുമ്പോൾ വീട്ടിൽ നിന്ന് ചെയ്യാം, ബാക്കി സമയം ചെയ്യും. കുറെ കഴിഞ്ഞപ്പോൾ അങ്ങനെ പോലും ചെയ്യാണ്ടായി. അവസാനം ഹി ലോസ്റ്റ് ജോബ്. പിന്നെ അൾട്ടിമേറ്റ്ലി വൈഫ് ഡിവോഴ്സിലേക്ക് പോയി, വേറെ ചോയ്സ് ഇല്ലാതെ പോയി. അപ്പോൾ അത്രയും വരെ ഭാവി തച്ചുടയ്ക്കുന്ന ആൾക്കാരുണ്ട് ഇതിന്റെ ഒരു പ്രശ്നത്തിൽ വെച്ച്. പിന്നെ ഇത് മാറ്റി കഴിയുമ്പോൾ വിഡ്രോവൽ സിംപ്റ്റംസ്, ദേഷ്യമായിട്ട് വരിക, അക്രമാസക്തരാകുക, മൂഡ് സ്വിങ്സ് വരിക, സങ്കടം വരിക, പിന്നെ സാധനങ്ങൾ വലിച്ചെറിയണമെന്ന് തോന്നുക, എടുത്ത് ചാടി ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നുക, തൂങ്ങി മരിക്കണമെന്ന് തോന്നുക, ഇങ്ങനത്തെയൊക്കെ തോട്ട്സ് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ അഡിക്ഷന്റെ ലക്ഷണങ്ങൾ തന്നെയാണ്. പിന്നെ ഇപ്പൊ തരാം എന്ന് പറയും, പിന്നെയും അത് നീട്ടിക്കൊണ്ട് പോകുന്നു. സ്കൂളിൽ പോകാത്ത കുട്ടികൾ, ജോലിക്ക് പോകാത്തവർ, ഇതൊക്കെ ഡെഫിനറ്റ്ലി അഡിക്ഷന്റെ ലക്ഷണങ്ങളാണ്. ഏതൊരു സബ്സ്റ്റൻസിന്റെ അഡിക്ഷന്റെ ലക്ഷണങ്ങൾ തന്നെയും ആയിരിക്കും ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റ് അഡിക്ഷൻ. പിന്നെ ആൽക്കഹോൾ ആകുമ്പോൾ കൈ വിറയൽ വരും, അല്ലെങ്കിൽ ഡെലിവറി വരും. ഇത് അങ്ങനെയൊന്നും വരത്തില്ല. പകരം കൂടുതലും ബിഹേവിയറൽ ഇഷ്യൂസ് ആയിട്ടാണ് വരുന്നത്. അതെ, ദേഷ്യം, സങ്കടം, എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യാൻ തോന്നുക, അക്രമസക്തമാകാൻ തോന്നുക, പഠിക്കാതിരിക്കുക. അതായത് ഫങ്ഷനിങ് ലെവലിനെ സ്ഥായിയായി ബാധിക്കും. അത് ജോലിയാണെങ്കിലും പഠനമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും.